അല്ല, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വിസ്മയം വനവാസമാണ്. അദ്ദേഹം കഴിഞ്ഞ തവണയും പറഞ്ഞു, അതാണ് ഞാൻ ഈ ചർച്ചയിൽ ന്യൂസ് 18-ൻ്റെ ചർച്ചയിൽ മഞ്ജുഷിനോടൊപ്പം നിങ്ങളുടെ പ്രേക്ഷകരോടൊപ്പം സംവദിക്കുകയാണ്. 100 സീറ്റില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്ന് ഓരോ ദിവസവും പറയുന്ന വി ഡി സതീശനെ വനവാസത്തിലേക്ക് വിടുവാൻ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സജ്ജമായിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 140 സീറ്റുകളിലും കൃത്യതയോടെ സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ആപ്റ്റായിട്ട് ഉള്ളത് ആരാണ്? ഒരുപക്ഷെ പാർട്ടി സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ പൊതുസ്വതന്ത്രൻ, അല്ലെങ്കിൽ കലാകാരന്മാർ, അങ്ങനെ അവരെയൊക്കെയും ഞങ്ങൾ നിയോഗിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു ആശങ്കയുമില്ല. LDF അല്ലെങ്കിൽ മറ്റാര് എന്ന് ഞങ്ങൾ പണ്ട് ചോദിച്ചതുപോലെ ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പണ്ട് പറഞ്ഞതുപോലെ ഇപ്പോഴും ഞങ്ങൾ മറ്റാരുണ്ട് LDF അല്ലാതെ. സീറ്റുകൾ എന്ന് പറയുമ്പോൾ ചില പേയ്മെൻറ്റ് സീറ്റുകളുമുണ്ട്. അല്ല, പേയ്മെൻറ്റ് ഒരു കാരണവശാലും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മഞ്ജുഷിന് നിങ്ങളുടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഒരു പേയ്മെൻറ്റ് സീറ്റിനെ കുറിച്ച് പറയാമെങ്കിൽ ഞാൻ താങ്കൾക്ക് വഴങ്ങിത്തരാം. ഒരു സീറ്റ് ഇത് പേയ്മെൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ 3 സീറ്റ് ചാലക്കുടി, പെരുമ്പാവൂർ, ഇതൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ ഒരിക്കലുമല്ല. ചാലക്കുടിയും പെരുമ്പാവൂരും അല്ലെങ്കിൽ പിറവും ഒക്കെ ആയിരിക്കും താങ്കൾ ഉദ്ദേശിക്കുന്നത്. കേരള കോൺഗ്രസ് അതെ താങ്കൾ ഉദ്ദേശിച്ചത് തന്നെയാണ് 3 സീറ്റ്. ഞാൻ കേരള കോൺഗ്രസ്സുകാരനാണ്, മാണി ഗ്രൂപ്പിൽ പെടുന്ന ഒരാളാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് അങ്ങനൊരു കീഴ്വഴക്കം ഇതേവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പേയ്മെൻറ്റ് സീറ്റും ഞങ്ങൾക്കില്ല. ഇനി നോക്കൂ, താങ്കൾ ഇൻട്രോയിൽ പറഞ്ഞു തകരും തകർക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തുടങ്ങി. തകരും തകർക്കും തകർന്നു കഴിഞ്ഞെന്നേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും മഞ്ജുഷേ. പുല്ലൂർ മണ്ഡലത്തിൽ, കൊല്ലം ജില്ലയിലെ പുല്ലൂർ നിയോജക മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി ഇന്ന്, ഒരു വിമതൻ അവിടുന്ന് പ്രയാണം ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥിയുടെ പേര് ഞാൻ പറയുന്നില്ല. അതൊരു എൽദോസ് കുന്നംപള്ളി, അദ്ദേഹം പ്രകടനം നടത്തി കഴിഞ്ഞു. അതുപോലെ തന്നെ അല്ലല്ല, ഞാൻ വരാം. ജോസഫ് വാഴക്കൻ്റെ ഒരു കഥ നിങ്ങൾ തന്നെ പറഞ്ഞു. ജോസഫ് വാഴക്കൻ 20 ലക്ഷം രൂപയുടെ ഫ്ലെക്സ് അടിച്ചു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ചിലവ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇനി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ തന്നെ ഞങ്ങൾ കോടതിയെ സമീപിക്കും. 20 ലക്ഷം രൂപ ആകെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വ്യക്തിക്ക് തെരഞ്ഞെടുപ്പിൽ ചിലവാക്കപ്പെടുന്നത് 40 ലക്ഷം രൂപയാണ്. 20 ലക്ഷം രൂപ ഇന്ന് മുടക്കിയെന്ന് അദ്ദേഹത്തിൻ്റെ സോഴ്സ് അദ്ദേഹം കാണിക്കേണ്ടി വരും.